ഹിസ്ബുള്ളയെ സമ്പൂർണ്ണമായി നിരായുധീകരിക്കാനുള്ള ദൗത്യം ലെബനൻ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. സൈന്യത്തിനാണ് ചുമതലയുള്ളത്, സമയപരിധി ഒന്നുമില്ല. പക്ഷെ പിന്നിൽ യുഎസിന്റെ സമ്മർദ്ദമുണ്ട്. സൈന്യം തന്നെയാണ് ഇങ്ങനെയൊരു പദ്ധതി ആദ്യം മുന്നോട്ട് വെച്ചത്. സർക്കാർ അതിനെ അംഗീകരിച്ചു എന്ന് മാത്രം. എന്നാൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇറാന്റെ വലിയ പിന്തുണയുള്ള ലെബനനിലെ ശക്തമായ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ അങ്ങനെയങ്ങ് നിരായുധീകരിക്കാനാകുമോ? യുഎസും സൗദി അറേബ്യയും ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രാദേശിക ശത്രുക്കളും എല്ലാം വിചാരിച്ചാൽ അത്ര പെട്ടെന്ന് അവർ ആയുധം താഴെ വെക്കുമോ? യുഎസ് അടക്കമുള്ള പല രാജ്യങ്ങൾക്കും ഹിസ്ബുള്ള ഒരു തീവ്രവാദ സംഘടനയാണ്. എന്നാൽ ശക്തമായ പ്രാദേശിക പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് ലെബനനിൽ എമ്പാടുമുണ്ട്. ലെബനനിലെ മൊത്തം ഷിയ വംശജരിൽ 32% പേർ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നുണ്ട്. ലെബനനിലെ പാർലമെന്റിൽ ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യമുള്ളവരാണ് ഇവർ. ഒരിക്കൽ ഹിസ്ബുള്ള ലെബനീസ് സൈന്യത്തെക്കാൾ ശക്തരുമായിരുന്നു. എന്നാൽ ഇസ്രയേലുമായുള്ള പോരാട്ടം ലോകത്തെ ഏറ്റവും ശക്തരായ നോൺ സ്റ്റേറ്റ് മിലീഷ്യ എന്ന് വിളിക്കപ്പെട്ട ഹിസ്ബുള്ളയെ മുൻപില്ലാത്ത വിധം തളർത്തിയിട്ടുമുണ്ട്. അത് ചെറിയൊരു തളർച്ചയൊന്നും അല്ലായിരുന്നു. പ്രദേശങ്ങളിലെ ആധിപത്യം അവർക്ക് നഷ്ടപ്പെട്ടു, ആയുധങ്ങൾ നഷ്ടപ്പെട്ടു, തലവന്മാർ ഇല്ലാതായി, അങ്ങനെ പലതരത്തിലുള്ള നഷ്ടങ്ങളാണ് ഹിസ്ബുള്ളയ്ക്ക് സംഭവിച്ചത്. ഇതാദ്യമായല്ല ഹിസ്ബുള്ളയെ നിരായുധരാക്കാൻ യുഎസ് അടക്കമുള്ള ശക്തികൾ ശ്രമിക്കുന്നത്. 2000 മുതൽക്കേ യുഎസ് ഇതിനായി ശ്രമിച്ചു പോരുകയാണ്. 2006 ഇസ്രയേലും ഹിസ്ബുള്ളയുമായുള്ള 34 ദിവസത്തെ യുദ്ധത്തിന് പിന്നാലെ വെടിനിർത്ത കരാറുകൾ ഉണ്ടാവുകയും ഹിസ്ബുള്ളയോട് നിരായുധരാകാൻ ആവശ്യപ്പെട്ട് UN സുരക്ഷാ കൗൺസിൽ പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു കാരണവശാലും തങ്ങൾ തോറ്റു തരില്ല എന്നായിരുന്നു ഹിസ്ബുള്ളയുടെ അന്നത്തെ നിലപാട്. അക്കാലത്ത് അവർ കൂടുതൽ ശക്തരുമായിരുന്നു. പക്ഷെ ഇന്ന് പല്ല് ക്ഷയിച്ച സിംഹമാണ് ഹിസ്ബുള്ള. സംഘർഷത്തിൽ ഇസ്രയേലിനുണ്ടായ മേൽക്കൈ ഹിസ്ബുള്ളയെ തളർത്തിയിട്ടുമുണ്ട്. 2024 നവംബർ 7 ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നു. ഫ്രാൻസും യുഎസും മധ്യസ്ഥത വഹിച്ച ആ സുപ്രധാന തീരുമാനത്തിന് പിന്നാലെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിൽ നിന്നും ഹിസ്ബുള്ള ആയുധങ്ങൾ പിൻവലിച്ചിരുന്നു. ഇവയ്ക്കെല്ലാം പിന്നാലെ ഹിസ്ബുള്ളയെ തളർത്തിയ മറ്റൊരു സംഭവം കൂടിയുണ്ട്. സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ പതനം. ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ കരവഴി ലഭിക്കാനുള്ള മാർഗങ്ങൾ അടഞ്ഞതോടെ ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടിക്ക് മേൽ തിരിച്ചടികൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. ഇവയ്ക്കെല്ലാം പിന്നാലെയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുള്ള കൊല്ലപ്പെടുന്നത്. മറ്റു ലോകരാജ്യങ്ങൾക്ക് കണ്ണിൽ കരടാണെങ്കിലും ലെബനനിൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന 1992 മുതൽ ഹിസ്ബുള്ളയെ നയിച്ചുകൊണ്ടിരുന്ന നേതാവ് ഹസൻ നസ്രുള്ള ഇന്നില്ല. അതുപോലെ തന്നെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളിൽ ദുർബലമായ ഹിസ്ബുള്ള സൈന്യവും ലെബനനിൽ പൊലിഞ്ഞ ഒട്ടനേകം ജീവനുകളും. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഹിസ്ബുള്ള ആയുധം താഴെ വെക്കുമോ? ഇല്ല എന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാട്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആയുധങ്ങൾ കൂടിയേ തീരൂ എന്നും നിരായുധീകരണം ഒരു കാരണവശാലും സാധ്യമല്ല എന്നുമാണ് ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെല്ലാം പറഞ്ഞത്. ഹിസ്ബുള്ളയെ നിരായുധീകരിച്ചാൽ ഇസ്രായേലിന്റെ ഭീഷണി ഇല്ലാതാക്കാനാകുമോ എന്നാണ് ഇവിടെ ഉയർത്തേണ്ട മറ്റൊരു ചോദ്യം. ലെബനനിലെ ഇസ്രായേൽ അധിനിവേശത്തെയും ആക്രമണത്തെയും ലെബനീസ് സർക്കാരിന് ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കുമോ എന്നൊരു ചോദ്യവും ഒരു വശത്ത് വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്കെതിരെ ഹിസ്ബുള്ള നടത്തിയ ചെറുത്തുനിൽപ്പുകളെ അംഗീകരിക്കുന്ന നിരവധി പേർ ലെബനനിൽ തന്നെയുണ്ട്. തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ലെബനനിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമായിരുന്നു എന്നാണ് നയീം ഖസീം പറഞ്ഞത്. ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ പഴയ മൂർച്ച ഇല്ലാതായെങ്കിലും സമ്പൂർണ്ണമായ ഇസ്രായേൽ വിരുദ്ധത ഹിസ്ബുള്ളയുടെയും ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നവരുടെയും കയ്യിലെ ഒരു ഇന്ധനമാണിന്ന്. അവ ഇല്ലാതാകും വരെ ഹിസ്ബുള്ള ആയുധം താഴെ വെക്കില്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ നിരവധി ഉണ്ട് താനും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹിസ്ബുള്ളയെ കൊണ്ട് ആയുധം താഴെ ഇറപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. യുദ്ധത്തിൽ തകർന്ന ലെബനന് ഇപ്പോൾ സാമ്പത്തിക സഹായം അത്യാവശ്യമാണ്. രാജ്യ പുനർനിർമ്മാണത്തിന് ധാരാളം പണം വേണം. ലോകബാങ്ക് പറയുന്നതനുസരിച്ച് $11 ബില്യൺ എങ്കിലും ആവശ്യമായി വരുന്ന ലെബനനെ സഹായിക്കാൻ അമേരിക്ക മുന്നോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യാതെ അത് സാധ്യമാകില്ലെന്നാണ് US പക്ഷം. എന്തായാലും ലെബനൻ സൈന്യം സർക്കാരിന് മുന്നിൽ വെച്ച പദ്ധതി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.